ശ്രീലേഖ രാവിലെ ഫോണിൽ വിളിച്ച് അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുകയായിരുന്നു. അപ്പോഴാണ് ആവശ്യപ്പെട്ടത് അവരുടെ ഓഫീസ് സൗകര്യം കുറവാണ്. അപ്പോൾ എയുടെ ഓഫീസും അതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ മാറി തന്നാൽ ഓഫീസ് കുറച്ചുകൂടി വിപുലീകരിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു കൗൺസിലർ വിളിച്ച് യോട് ഓഫീസ് ഒഴിയാൻ പറയുന്നതിൻ്റെ ഒരു പെട്ടെന്ന് ആ നിമിഷം ചിന്ത കുഴപ്പത്തിലായിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്തു, മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. അതിനു മുമ്പ് ഒഴിപ്പിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇതൊരു സൂചനയാണ്. ഇപ്പം നഗരസഭയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരും ബാക്കി ജനപ്രതിനിധികളും എല്ലാം നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതൊരു വെള്ളരിക്ക പട്ടണവുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ മേയർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് കൗൺസിലർമാർക്ക് ഓഫീസ് അനുവദിക്കുന്നത്. അന്നാണ് വാർഡ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് 100 കൗൺസിലർമാർക്കും ഓഫീസ് നൽകാനും, ഇനി നഗരസഭയുടെ കെട്ടിടമില്ല എങ്കിൽ സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുക്കാനും അതിന് വാടക നിശ്ചയിച്ചൊക്കെ മേയറായിരുന്ന ഞാനാണ്. ആരെങ്കിലും പ്രേരണ ഇല്ലാതെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സാമാന്യമായി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നാലും വിളിക്കാൻ മടിക്കുമല്ലോ. ഓടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഓട് വിളിച്ച് കൗൺസിലർ ഓഫീസ് ഒഴിയാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു സാമാന്യ ചിന്ത വരേണ്ടതാണ്. സാധാരണ നിയമപരമായി കൗൺസിലാണ് ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന തീരുമാനം എടുക്കുന്നത്, വാടക കരാർ നിശ്ചയിക്കുന്നത്, തുക നിശ്ചയിക്കുന്നത്. ഇനി അത് റദ്ദാക്കണമെങ്കിൽ കൗൺസിലിൽ പോകണം. കൗൺസിലിൽ പോയി ആ വാടക കരാർ ക്യാൻസൽ ചെയ്ത് ഒഴിയാൻ സെക്രട്ടറിയുടെ നോട്ടീസ് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണം. ഇതാണ് നിയമപരമായ രീതി. യുടെ ഒരു തുടർ നടപടി എന്തായിരിക്കും? കൗൺസിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചുറപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങളുടെ വാടക കരാർ കാലാവധി തീരുന്നത് വരെ എന്തായാലും അവിടെ തുടരാൻ കഴിയും, നിയമപരമായി തുടരാൻ കഴിയും. അത് കഴിഞ്ഞ് എന്ത് വേണമെന്നുള്ളത് നിയമപരമായി ആലോചിച്ച് തീരുമാനിക്കും.